എല്ലാവർക്കും ചൊക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിനായിട്ട് ഞാനൊരു 12 കൊപ്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് കൊപ്ര തന്നെ വേണമെന്നൊന്നുമില്ല, നല്ല വിളഞ്ഞ തേങ്ങ എടുത്താലും മതി. ഇപ്പോൾ കൊപ്രയാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടും. അതുപോലെ നമ്മളിത് ചിരണ്ടാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അതുപോലെ തേങ്ങ എടുക്കുക, പക്ഷെ നല്ല മൂത്ത തേങ്ങയായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ മൂത്ത തേങ്ങ ചെറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ കൊപ്രയെല്ലാം ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരകുന്നതിന് പകരമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ആക്കുമ്പം എല്ലാതും ഒരേ വലുപ്പത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ നന്നായിട്ട് ഇവിടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണിത്. അതുപോലെ ഇത് കുറേ കാലം കേടുകൂടാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ കൊടുത്തു വിടാനും മക്കൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ സാധിക്കും. ഇവിടെ എല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളകാണിത്. അത് അവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനൊരു 100 ഗ്രാമോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേര് തന്നെ വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് വേപ്പില നല്ല പോലെ ചേർക്കണം. അപ്പോൾ കറിവേപ്പില ഞാനൊരു 5 കപ്പോളം അളന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഫുള്ളായിട്ടില്ല അത്രത്തോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പോളം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉപ്പും പുളിയും എരിവെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത്രയും വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ചെറിയ നാരങ്ങയുടെ അത്രയും വലുപ്പം ഉണ്ടാകും. അതും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അത്രയും ചേർത്ത് കൊടുത്താൽ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വറുക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം ഞാൻ ഇതിൻ്റെ തീയൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കൊപ്രയാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വന്നോളും. അപ്പോൾ നമ്മൾ വിളയാത്ത തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നന്നായിട്ട് ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. പിന്നെ ആകെ ഒരു കരിച്ചൊവയായിരിക്കും. അപ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുന്നേ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാവുന്നതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഇതൊന്ന് ഒന്നും കൂടെ എല്ലാം കൂടെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തേങ്ങ അരച്ച മിക്സിയുടെ ജാറ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ടൊന്നിട്ടിട്ട് ഇത് നന്നായിട്ടിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനും വെള്ളം ചേർക്കാതെയാണ് ചെയ്യേണ്ടത്. മിക്സിയും നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതായിരിക്കണം. അപ്പം പൊടി നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പുള്ള രീതിയിലാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. വേണമെങ്കിൽ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിലോ ആക്കി എടുക്കാവുന്നതാണ്. അത്രയുള്ള പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എല്ലാം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും കൂടെ വേണം. നമ്മൾ അല്ലെങ്കിൽ എരിവും പുളിയെല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.